സാധനം വിൽക്കാനും വാങ്ങാനും ബീഹാറിൽ ഇന്ത്യൻ നോട്ട് മാത്രമല്ല മറ്റൊരു രാജ്യത്തെ കറൻസി കൂടി ഉപയോഗിക്കുന്നുണ്ട്. കേൾക്കുമ്പോൾ ഒരു കൗതുകമുണ്ടല്ലേ, ഇന്ത്യയിൽ ഏത് കറൻസിയാണ് അങ്ങനെ ഉപയോഗിക്കപ്പെടാൻ പറ്റുന്നതെന്ന്. രാജ്യാതിർത്തികൾ പങ്കുവയ്ക്കുന്ന ബീഹാർ പോലുള്ള സംസ്ഥാനത്തിന് പക്ഷേ ഇതൊന്നും ഒരു പുതുമയുള്ള കാര്യമേ അല്ല. ഏത് രാജ്യത്തിന്റെ കറൻസിയാണ് ഇന്ത്യയിലെ ചന്തയിൽ ചെലവാകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. യെസ്, അപ്പോൾ ബീഹാറിലെ അരാരിയ ജില്ല സന്ദർശിച്ച ഡി ധനസുമോദ് വ്യക്തമായി പറഞ്ഞു തരും ഏത് രാജ്യത്തിന്റെ കറൻസിയാണെന്ന്. ഒന്ന് കണ്ടുവരാം. 1000 രൂപയുടെ നോട്ട് ചന്തയിൽ കണ്ട് ഒന്ന് ഞെട്ടി. 9 വർഷം മുമ്പ് ഒരു നവംബർ രാത്രിയിൽ കേട്ട ആ സംബോധന ആരും മറന്നു കാണില്ലല്ലോ. That the 500 rupee and 1000 rupee currency notes presently in use will no longer be legal tender, will not be acceptable for transaction from midnight onwards. പ്രധാനമന്ത്രി ഇല്ലാതാക്കിയ നോട്ട് തന്നെയാണോ കൺമുന്നിൽ? ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. അല്ല കേട്ടോ, ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട്. ഇത് 1000 രൂപ, 600 രൂപ. അതായത് ഇത് നേപ്പാളി രാഷ്ട്ര ബാങ്ക്, അതായത് നേപ്പാളിലെ റിസർവ് ബാങ്ക് അടിച്ച നോട്ടാണ്. ഇതിന് 1000 രൂപയുടെ ഈ നോട്ടിന് ഇന്ത്യയിലേക്ക് എത്തിക്കഴിയുമ്പോൾ 650 രൂപയാണ് വിപണന മൂല്യം. നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകളിലെ ചന്തയിൽ കച്ചവടക്കാർക്ക് അനിവാര്യമാണ് ഈ നേപ്പാൾ നോട്ട്. സവാള 1 കിലോയ്ക്ക് 20 ഇന്ത്യൻ രൂപ നൽകിയാൽ മതി. നേപ്പാളി നോട്ടാണെങ്കിൽ 30 രൂപ കൊടുക്കേണ്ടി വരും. 20 रुपया के जी, 20 रुपया के जी जी. നേപ്പാളി കറൻസി 30 रुपया, ओनली 30 रुपीस 1 kg. വിസ ഇല്ലാതെ പ്രവേശിക്കാവുന്ന വിദേശ രാജ്യമാണ് നേപ്പാൾ. ബീഹാറാണ് പ്രധാന അതിർത്തി. നേപ്പാളിൽ നിന്നും ദൈനംദിനം വന്നു പോകുന്നവരുണ്ട്. ഇന്ത്യയിലെത്തി സാധനം വാങ്ങുന്നവരുമുണ്ട്. കൂടാതെ സഞ്ചാരികളും. ബീഹാർ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിന്റെ ഓർമ്മയ്ക്കായി 30 രൂപ നൽകി 50 രൂപ ഞങ്ങൾ വാങ്ങി സൂക്ഷിച്ചു. ഇന്ത്യയുടെ എക്കാലത്തെയും സുഹൃത്ത് രാജ്യമാണ് നേപ്പാൾ. സാമൂഹ്യ, സാംസ്കാരിക, സാമ്പത്തിക മേഖലകളിലെ ഇഴയെടുപ്പമാണ് ഈ ബന്ധത്തെ ശക്തമായി നിലനിർത്തുന്നത്. ജോഗ്ബാനി അതിർത്തിയിൽ നിന്നും അതുൽ ചന്ദ്രനൊപ്പം ഡി ധനസുമോദ്, മീഡിയ 1.